പബ്ലിക് സർവീസ് കമ്മീഷന്റെ മൂല്യനിർണ്ണയത്തിൽ വൻ ക്രമക്കേട്. ആസൂത്രണ ബോർഡിലെ ഉന്നത പരീക്ഷയിലാണ് അട്ടിമറി സംശയം ബലപ്പെടുന്നത്. അഡീഷണൽ സെക്രട്ടറിക്ക് തുല്യമായ ചീഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ പരീക്ഷയിലാണ് ക്രമക്കേട്. പരീക്ഷ എഴുതിയ പലരുടെയും 10 ഉത്തരങ്ങൾ പരിശോധിച്ചില്ല എന്ന് ഉത്തരക്കടലാസിന്റെ പകർപ്പിൽ വ്യക്തമായി. ഒന്നാം റാങ്ക് നേടിയത് ഇടതനുകൂല സംഘടനയിലെ അംഗമാണെന്ന് പരീക്ഷ എഴുതിയ മറ്റുള്ളവർ ആരോപിക്കുന്നു. റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച് 3 ആഴ്ചയ്ക്കുള്ളിൽ നിയമന ശുപാർശ നൽകി. NK ഷിജുവാണ് ഈ പ്രധാനപ്പെട്ട വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്. ഇത് കേരളത്തിൽ തന്നെ വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു നിയമനം നടന്നു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. അതായത് സംസ്ഥാന സർക്കാരിനെ നേരിട്ട് ഉപദേശിക്കേണ്ട ആസൂത്രണ ബോർഡിലെ അതിന്റെ ഏറ്റവും ഉന്നത പദവി അഡീഷണൽ സെക്രട്ടറിക്ക് തുല്യമായ തസ്തികയാണത്. ആ തസ്തികയ്ക്ക് മുകളിലേക്ക് ഒരു തസ്തികയിൽ ആസൂത്രണ ബോർഡിലെ ചീഫ് ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന ഒരു തസ്തികയാണ്. അതിലേക്കുള്ള നിയമനമാണ് ഇപ്പോൾ വലിയ തോതിൽ അതിൽ ഒരു ക്രമക്കേടുണ്ട് എന്ന സംശയം ജനിപ്പിക്കുന്ന പല കാര്യങ്ങളും നടന്നുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതിന്റെ എഴുത്തു പരീക്ഷ നടത്തി എന്നുള്ളതാണ്. എഴുത്തു പരീക്ഷ നേരത്തെ തന്നെ നടത്തിയിരുന്നു. ആ പരീക്ഷ വിവരണാത്മകമായ രീതിയിലാണ്. അതിൽ ദീർഘമായ ഉത്തരങ്ങൾ എഴുതാം. അങ്ങനെ 2 പേപ്പറുകൾ 100 മാർക്കിന്റെ 2 പേപ്പറുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു പേപ്പറിലാണ് ഈ ക്രമക്കേടിന്റെ പ്രശ്നങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഉദ്യോഗാർത്ഥികൾ. അതായത് ഒരു പേപ്പർ, ഒന്നാം പേപ്പർ, രണ്ടാം പേപ്പർ, ഈ 2ാം പേപ്പറിൽ 28 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത് 100 മാർക്കിന്റെ. അതിൽ ഒരു ഉദ്യോഗാർത്ഥി അതിന്റെ പകർപ്പ് എടുത്തപ്പോൾ ആ പകർപ്പ് കിട്ടാൻ തന്നെ ഏതാണ്ട് 1 വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു. സാധാരണഗതിയിൽ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച് 1 മാസത്തിനുള്ളിൽ പരമാവധി കൊടുക്കേണ്ട ഒരു ഉത്തരക്കടലാസിന്റെ പകർപ്പിനാണ് 1 വർഷത്തോളം അവർക്ക് നടക്കേണ്ടി വന്നത്. അതിൽ തന്നെ സംശയങ്ങളുണ്ട്. എന്തുകൊണ്ട് ഈ ഉത്തരക്കടലാസ് കൊടുത്തില്ല? അങ്ങനെ പരിശോധിച്ചപ്പോൾ ഈ ഉത്തരക്കടലാസിൽ അതിൽ 9 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം അതിന് മാർക്കേ ഇട്ടിട്ടില്ല, അത് പരിശോധിച്ചിട്ടില്ല എന്നാണ് കാണുന്നത്. അതായത് 100 മാർക്കിൽ 58 മാർക്കിന്റെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ തന്നെ പരിശോധിച്ചിട്ടില്ല എന്നാണ് ഈ ഉദ്യോഗാർത്ഥിയുടെ പേപ്പറിന്റെ പകർപ്പ് പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത്. അവിടെ തന്നെ ഗുരുതരമായ ഒരു പ്രശ്നം. 58 മാർക്ക് തന്നെ പരിശോധിക്കാതെ ഒരു റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അതായത് 2025 മെയ് മാസം 31-ാം തീയതി ഇതിന്റെ ഒരു അന്തിമ 10 പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അന്തിമ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു. ആ പ്രസിദ്ധീകരിച്ച പട്ടികയിൽ 1ാം റാങ്ക് കിട്ടിയ ആൾക്ക് 3 ആഴ്ചക്കുള്ളിൽ തന്നെ മെയ് മാസം 31-ന് ഈ ശുപാർശ BSc നൽകുന്നു. അതിനുശേഷം വളരെ പെട്ടെന്ന് 3 ആഴ്ചക്കുള്ളിൽ ഈ പട്ടിക പ്രസിദ്ധീകരിച്ച് 3 ആഴ്ചക്കുള്ളിൽ ഇതിന്റെ ശുപാർശ നൽകുന്നു. അങ്ങനെ ആ വ്യക്തിക്ക് പിന്നീട് സർക്കാർ നിയമനം നൽകി കഴിഞ്ഞു. അത് അഡീഷണൽ സെക്രട്ടറിക്ക് തത്തുല്യമായ പദവിയാണ്. ഏതാണ്ട് 2 ലക്ഷം രൂപയിലധികം ശമ്പളമായി ലഭിക്കേണ്ടത്. ഒറ്റ പദവി മാത്രമേ ആസൂത്രണ ബോർഡിൽ അങ്ങനെയുള്ളൂ. ചീഫ് ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ഒരൊറ്റ പദവി മാത്രമുള്ള ഒരു തസ്തിക. ആ തസ്തികയിലാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്